സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ബോംബിട്ട് തകർത്തതിനു പിന്നിൽ ഐസിസിനുള്ള പൂട്ട്. ലോകത്തെവിടെയും ഇസ്ലാമിക തീവ്രവാദത്തിന് കടിഞ്ഞാണിടാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രയേൽ. വിമതസേന അധികാരം പിടിച്ചതിന് പിന്നാലെ സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്ത് ഇസ്രയേൽ. ബോംബ് വർഷവുമായി അമേരിക്കയും ഒപ്പമുണ്ട്. പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് നാടുവിട്ടതിന് പിന്നാലെയാണ് അയൽരാജ്യമായ സിറിയയിൽ ഇസ്രയേൽ കനത്ത ബോംബിംഗ് നടത്തിയത്. സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ തകർത്തത്. ഇവ വിമതരുടെ കൈകളിൽ എത്തിപ്പെടാതിരിക്കാനായിരുന്നു ഈ നീക്കം നടത്തിയത്. അതിനിടയിൽ സിറിയയിലെ നിരവധി ഐസിസ് കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി ബൈഡനും അറിയിച്ചു. അസദിന്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് കടുത്ത വെല്ലുവിളികളും അനിശ്ചിതത്വവുമാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോംസ് വീഴുകയും തലസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ആശങ്കയിലാകുകയും ചെയ്തതോടെ 5 പതിറ്റാണ്ടോളം നീണ്ട അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യം കടപുഴകുന്ന കാഴ്ചയാണ് കണ്ടത്. അമേരിക്കയും സിറിയയിലെ വിവിധയിടങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ നടത്തി. മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. നിലവിൽ സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ഐസിസ് മുതലെടുക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അതേസമയം രാജ്യം വിട്ട സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന് റഷ്യയിൽ രാഷ്ട്രീയ അഭയവും ലഭിച്ചിട്ടുണ്ട്. അസദും കുടുംബവും മോസ്കോയിൽ എത്തിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തി. ദമാസ്കസിൽ വിമതസേന കർഫ്യൂ ഏർപ്പെടുത്തി. പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബഷാർ അൽ അസദ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമാണ് മോസ്കോയിൽ രാഷ്ട്രീയ അഭയം തേടിയത്. മാനുഷിക പരിഗണനയിൽ തന്നെയാണ് റഷ്യ അഭയം നൽകിയിരിക്കുന്നത്. 1920 സിറിയ എന്ന രാജ്യത്തിന്റെ രൂപീകരണം. 1970 മുതൽ അവിടുത്തെ ന്യൂനപക്ഷമായ ഷിയാക്കളിൽ നിന്നും അസദുകൾ ഭരണം പിടിച്ചടക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്വേച്ഛാധിപതികളായ അസദുകളുടെ പരമ്പരയിൽ അവസാനത്തെ ഭരണാധികാരിയാണ് 2000 ഭരണത്തിലേറിയ ബഷാർ അൽ അസദ്. 2011 അറബ് വസന്ത വിപ്ലവങ്ങളുടെ തുടക്കം വരെയും സുസ്ഥിരമായിരുന്നു ഭരണം. പക്ഷേ ഭൂരിപക്ഷം വരുന്ന സിറിയയിലെ സുന്നികൾക്ക് അത് ദുരിതപൂർണമായിരുന്നു. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ അവസരം മുതലെടുത്ത ബഷാർ അൽ അസദിന്റെ പക്ഷപാതിത്വപരമായ നിലപാടുകൾക്കും ഭരണക്രൂരതകൾക്കുമെതിരെ അവർ സംഘടിച്ച് രംഗത്ത് വന്നു. ഇതൊരു മഹാപ്രക്ഷോഭമായി ആളിപ്പടരുകയും അപ്രതിരോധ്യമാം വിധം വളർന്നു പന്തലിക്കുകയും ചെയ്തു. അതിനിടെ സുന്നിപക്ഷത്തു നിന്നും ചിലർ വധിക്കപ്പെട്ടത് അവരെ കൂടുതൽ രോഷാകുലരാക്കി. ഇതോടെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാവുകയും അസദിന്റെ സൈന്യം പ്രതിരോധത്തിന് എത്തുകയും ചെയ്തു. പിന്നീട് കലാപങ്ങളുടെ തുടർക്കഥകളായിരുന്നു സിറിയയിൽ. കൂട്ടക്കശാപ്പുകളും കൊള്ളകളും കവർച്ചകളും നിത്യസംഭവങ്ങളായി. കലാപം മൂർച്ഛിച്ചപ്പോൾ അസദ് ഷിയാക്കളെ കൂടെ കൂട്ടുകയും എതിർപ്പ് ശക്തമാക്കുകയും ചെയ്തു. ഭരണത്തിന്റെ സഹായത്തോടെ ഷിയാക്കളും ഭരണത്തിനെതിരായി സുന്നികളും രംഗത്ത് വന്നതോടെ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പ്രതിഷേധക്കാർക്കെതിരെ ബോംബാക്രമണങ്ങൾ വരെ നടത്തിയാണ് അസദ് ഇതിനെതിരെ മറുപടി നൽകിയത്. പിറന്ന നാട്ടിൽ ജീവിതം ദുസ്സഹമാകുന്ന ഇത്തരം സംഭവങ്ങൾ സിറിയയിൽ സാധാരണയായതോടെ ജനങ്ങൾ സമാധാനം തേടി പലായനം തുടങ്ങി. ഐസിസിന്റെ ഭീകരത തുടർന്ന് ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ തീവ്ര സുന്നികളുടെ പക്ഷം ചേർന്ന് കലാപത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ചു. ഇതോടെ ഷിയാക്കൾ അസദിന് പൂർണ്ണ പിന്തുണ നൽകുകയും സുന്നികളെ ആക്രമിക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു. അതിനിടെ ഇറാഖിൽ തകർന്നടിഞ്ഞിരുന്ന അൽ ഖ്വയ്ദ പോലെയുള്ള ഗ്രൂപ്പുകൾ പുനർജനിക്കുകയും അസദിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇറാഖിൽ സജീവമായിരുന്ന ഈ തീവ്രവാദി സംഘം പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഫോർ ഇറാഖ് ആൻഡ് സിറിയ ISIS എന്ന പേരിൽ രംഗത്ത് വന്നു. സിറിയയുടെ കലാപഭൂമിയിൽ പുതിയൊരു പോരാട്ടത്തിന് അവസരം ഒരുങ്ങുകയായിരുന്നു ഇതിലൂടെ. ഷിയാക്കൾ, സുന്നികൾ, ഐസിസ്, കുർദിഷ് എന്നിങ്ങനെ 4 വിഭാഗമാണ് ഇന്ന് സിറിയയിൽ പോരാടുന്നത്. ക്രൂരതയുടെ അതിഭീകര മുഖവുമായി ഐസിസ് രംഗത്ത് വന്നതോടെ കലാപത്തിന്റെ മുഖം തന്നെ ഏറെ രക്തമയമായി. പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം അനവധി ആളുകളെ ഒറ്റയായും കൂട്ടമായും കശാപ്പ് നടത്തിക്കൊണ്ടാണ് ഈ തീവ്രവാദി സംഘടന അതിന്റെ പിടുത്തം മുറുക്കിയത്. ദിനംപ്രതി നിരവധി ജീവനുകൾ കവർന്ന് സിറിയൻ അന്തേവാസികൾക്ക് ഒരു വൻ ഭീഷണിയായി അത് മുന്നോട്ടു പോവുകയായിരുന്നു. അനവധി വിലപ്പെട്ട ജീവനുകൾക്ക് പുറമെ പല പ്രസിദ്ധമായ പൈതൃക സ്വത്തുക്കൾ വരെ അവരുടെ ഷെല്ലാക്രമണം വഴി തകർന്നടിയുകയുണ്ടായി. ഐസിസിന്റെ ആക്രമണ പരമ്പരകൾ സിറിയൻ ജനതയുടെ പലായനങ്ങൾക്ക് ശക്തി കൂട്ടുകയും ചെയ്തു. കലാപത്തിന്റെ വർത്തമാനം സിറിയയും ഐസിസും പ്രധാന പ്രശ്നമായി മാറ്റിയതോടെ അമേരിക്കയും ബ്രിട്ടനും അടക്കം ലോകശക്തികളും പ്രശ്നത്തിൽ ഇടപെട്ടു. ഐസിസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു ശക്തികളും രംഗത്ത് വന്നത്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സൃഷ്ടിച്ച ഈ തീവ്രവാദി സംഘത്തെ ഇല്ലായ്മ വരുത്താൻ എന്ന പേരിൽ റഷ്യ സിറിയയിൽ വ്യോമാക്രമണവും ആരംഭിച്ചു. എന്നാൽ ഐസിസിനെതിരെ യുദ്ധം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന് പിന്തുണ നൽകിക്കൊണ്ടാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത്. അസദ് ഭരിച്ചിരുന്ന കാലം മുഴുവൻ രാജ്യത്തെ ഇറാന്റെ താൽപര്യത്തിന് എറിഞ്ഞുകൊടുത്തു എന്നാണ് വിമത നേതാവ് അബു മുഹമ്മദ് ജുലാനി പക്ഷം പിടിച്ചത്. അബു മുഹമ്മദ് അൽ ജുലാനിയാണ് അസാദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറുന്നത്. അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരനായിരുന്നു ജുലാനി. ഇതിനിടയിൽ HTSനെയും സിറിയൻ ജനതയും അഭിനന്ദിച്ചുകൊണ്ട് താലിബാൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.